ഈ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നാലെ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതായത് LDF, UDF, BJP, മൂന്ന് പാർട്ടികൾക്കും എവിടെയൊക്കെ വിജയിക്കും എന്താണ് എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം, BJP ഇത്തവണ അക്കൗണ്ട് കേരളത്തിൽ തുറക്കുമോ, അതല്ല BJPക്ക് ഒന്നിൽ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ ലഭിക്കുമോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വന്ന സർവേ റിസൾട്ടുകളെല്ലാം തന്നെ, അതായത് തുടക്കം മുതൽ ഒടുക്കം വരെയും, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്ന സർവേ റിസൾട്ടുകളിലും പറയുന്ന ഒരു കാര്യം, BJPക്ക് കേരളത്തിൽ സീറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ്. എത്ര സീറ്റുകൾ എന്നുള്ളതാണ് പിന്നെയുള്ള ഒരു ചോദ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും, അതോടൊപ്പം തന്നെ വന്ന സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ഒന്നിൽ കൂടുതൽ സീറ്റുകൾ പല സർവേകളും പറയുന്നുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, BJPക്ക് A ക്ലാസ് മണ്ഡലങ്ങൾ ഇത്തവണ കൂടുതലായി ഉണ്ട് എന്നുള്ളതും കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ 30,000-ലധികം വോട്ടുകളുള്ള മണ്ഡലങ്ങളും തീർച്ചയായിട്ടും കേരളത്തിൽ BJPക്ക് വളരെയധികം കൂടുതലാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 30-ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ വളരെ വലിയ തോതിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും, അതോടൊപ്പം തന്നെ ഒരു ത്രികോണ പോരാട്ടം കനക്കാനായിട്ട് സാധ്യതയുള്ള 10-ൽ കൂടുതൽ മണ്ഡലങ്ങൾ കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ 30,000-ലധികം വോട്ടുകളുള്ള മണ്ഡലങ്ങൾ BJPക്ക് 30-ൽ കൂടുതൽ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത്. അതായത് 5-6 സീറ്റുകളിൽ വളരെ ടൈറ്റ് ഫൈറ്റ്, അതായത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന, ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിൽ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും, തുടക്കം തന്നെ പറയാം, സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും BJP സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോഴത്തേക്കും വിജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു 6 മണ്ഡലങ്ങളുടെ കണക്കാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നതെന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ടത്, ഈ 6 മണ്ഡലങ്ങൾ, അതായത് സർവേ റിസൾട്ട് അടിസ്ഥാനത്തിൽ ഈ 6 മണ്ഡലങ്ങൾ ഏതാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഒന്ന്, തുടക്കം തന്നെ പറയാം, അതിൽ ഒന്നാമത്തേത് നേമമാണ്. നേമം മണ്ഡലം നമുക്കറിയാം കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി LDFന്, ശബരിനാഥൻ UDFന് തീർച്ചയായിട്ടും വളരെ കടുത്ത മത്സരം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. BJP ഒരു തവണ വിജയിച്ച ഒരു സ്ഥലം തന്നെയാണ് നേമം. അവിടെ ഇത്തവണ ഒരു അട്ടിമറി തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത് മിക്ക സർവേയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ സീറ്റുകൾ, അതായത് ഈ 6 സീറ്റുകൾ ഏതാണ് എന്ന് പറയാം. അതായത് ഒന്ന് നേമം, അടുത്തത് കഴക്കൂട്ടം, മൂന്നാമത്തേത് വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്, അതായത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സീറ്റ് കൂടി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ്. അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം, സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരം വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലമായി മാറുമെന്ന് പറയുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാട്, ഈ 6 മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റൊന്ന് തൃശ്ശൂർ, പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന തൃശ്ശൂരും, ഈ 7 മണ്ഡലങ്ങളാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇതിൽ വിജയസാധ്യത ഏറ്റവും കൂടുതലായിട്ട് സർവേ റിസൾട്ടുകൾ പറയുന്ന മണ്ഡലങ്ങൾ ഏതാണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് നേമമാണ്. അതായത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് പല സർവേകളും പറയുന്നു. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, വിജയസാധ്യത ആ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും രാജീവ് ചന്ദ്രശേഖർ ഒരു പടി മുന്നിലായി നിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് പാലക്കാട് എടുത്തു പറയേണ്ടതാണ്. അതായത് പാലക്കാട് ശോഭാ സുരേന്ദ്രന് വിജയസാധ്യത നിലനിൽക്കുന്നു എന്നാണ് സർവേ റിസൾട്ടുകൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിലും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കാമെങ്കിൽ പോലും അവിടെ ശോഭാ സുരേന്ദ്രന് ഒരു വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതും അത്യാവശ്യം വോട്ടുകളോടുകൂടി തന്നെ ശോഭ അവിടെ വിജയിക്കാനായിട്ടുള്ള സാധ്യതയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള സീറ്റുകൾ വരുമ്പോഴത്തേക്കും വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും.
കാര്യം, അതായത് ഈ പറയുന്ന നേമവും പാലക്കാടും ഇവിടങ്ങളിൽ രണ്ടിടത്തും ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കുമെങ്കിൽ പോലും അവിടെ അത്യാവശ്യം ഭൂരിപക്ഷം നേടിയെടുക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് BJPക്ക് വരും. പക്ഷേ ബാക്കിയുള്ളിടം നോക്കുമ്പോഴത്തേക്കും, അതായത് വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന കഴക്കൂട്ടം, ആറ്റിങ്ങൽ, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം, തൃശ്ശൂരും, ഈ 5 സീറ്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് പല സർവേകളും പറയുന്നത്. അതിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കമാണ് BJPക്ക് പല സർവേകളും കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. അതായത് ഈ പറയുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, വിജയസാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയും തൊട്ടു പിന്നിൽ നിൽക്കുന്ന പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം വളരെ ചുരുങ്ങിയതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരത്ത് BJPക്ക് വിജയസാധ്യത എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കുമെന്നും എന്തും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാമെന്നുമാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കുന്നു, കട്ടുകട്ടിയായിട്ട് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന തൃശ്ശൂരും എന്തും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാമെന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം BJPക്ക് ചില സർവേകൾ പറയുന്നു. പക്ഷേ അവിടെയും ഈ പറയുന്ന തോതിൽ LDF വോട്ടുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും BJP വോട്ടുകളും അതോടൊപ്പം തന്നെ UDF വോട്ടുകളും കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അവിടെ ചിലപ്പോൾ LDFന് ഏറ്റവും വലിയ തോതിലുള്ള തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. ആ വോട്ടുകൾ BJPയിലേക്കോ അല്ലെങ്കിൽ UDFിലേക്കോ മറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് നേട്ടമായി മാറുന്നത് ആർക്കാണ് എന്നുള്ള ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇനി പറയാനുള്ളത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് BJP കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പെട്ടെന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് എടുത്ത് പറയേണ്ടി വരും. അവിടെ നമ്മൾ ഈ പറയുന്ന രീതി സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ സർവേ റിസൾട്ടുകളിലോ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ വർക്ക് അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് ചില സർവേ റിസൾട്ടുകൾ പ്രധാനമായും പുറത്തു വന്നത് പ്രകാരം സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അത് BJPക്ക് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനും സാധ്യത കൂടുതലാണ് എന്ന് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ അട്ടിമറി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. പക്ഷേ എങ്കിൽ പോലും അതും നേരിയ തോതിലുള്ള ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിച്ച് കയറാൻ സാധിച്ചാൽ തന്നെയും പറ്റുന്നത്. ഒരു കടുത്ത മത്സരമായിരിക്കും അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് കഴക്കൂട്ടത്ത് തീർച്ചയായിട്ടും കടുകട്ടി മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ ചുരുങ്ങിയ ഡിഫറൻസ് മാത്രമാണ് അവിടെ ഒരു വിജയസാധ്യത കണക്കിൽ BJPക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറും. LDFന് വോട്ടുകൾ കുറയും, BJPക്ക് വോട്ടുകൾ കൂടും, UDFനും വോട്ടുകൾ കൂടാനായിട്ട് സാധ്യതയാണ് കഴക്കൂട്ടത്ത് കാണുന്നത്. ഇനി വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു കടുകട്ടി മത്സരമാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ വട്ടിയൂർക്കാവിൽ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ നേരിയ തോതിലുള്ള ഒരു ഡിഫറൻസ് ആണ് LDFും BJPയും തമ്മിൽ കാണുന്നത്. അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം 3-ാം സ്ഥാനമാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ എന്തും സംഭവിക്കാം. കാരണം അവിടെ 1, 2, 3 സ്ഥാനങ്ങൾ തമ്മിൽ വളരെ ചുരുങ്ങിയ വ്യത്യാസമാണ് സർവേ റിസൾട്ട് കൊടുത്തിരിക്കുന്നത്. സോ എന്തും സംഭവിക്കുന്ന ഒരു സ്ഥലമായിട്ട് വട്ടിയൂർക്കാവ് മാറും. അപ്പോൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നേമം അതോടൊപ്പം തന്നെ പാലക്കാട്, ഇതിൽ നേമത്ത് ഒരു കൃത്യമായിട്ടുള്ള മുൻതൂക്കം രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് വരുമ്പോഴത്തേക്കും പാലക്കാട് ഈ പറയുന്ന തോതിൽ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. പക്ഷേ അവിടെ ഒരു മുൻതൂക്കം ശോഭയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതായത് ബാക്കി വരുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിലും വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ആ സ്ഥലങ്ങളിൽ BJPക്ക് ജയിച്ച് കയറാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ എന്നുള്ള തരത്തിൽ തന്നെയാണ് സർവേ റിസൾട്ട് കൊടുത്തിരിക്കുന്നത്. അവിടങ്ങളിലൊക്കെ തന്നെ ഒരു ഡീലിങ്സ്, അതായത് ഈ പറയുന്ന രീതിയിൽ UDF LDF ഡീലിങ്സ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ BJPക്ക് വിജയിച്ച് കയറാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ബാക്കിയുള്ള 5 മണ്ഡലങ്ങൾ എന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ 7 മണ്ഡലങ്ങളിലാണ് BJPക്ക് വിജയസാധ്യതകൾ വളരെ കൂടുതലായി നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. ഈ 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിൽ വളരെയേറെ കൂടുതൽ വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ പോലെ തന്നെ BJP അക്കൗണ്ട് തുറന്ന് അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്.